വയനാട്ടിൽ മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് മരുമകൾ പത്മജ. കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, 2.5 കോടിയുടെ ബാധ്യത വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും പത്മജ. ഞങ്ങൾ കൊടുത്ത പ്രൊജക്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത്. ഞങ്ങളുടെ അവകാശമാണത്, ഔദാര്യമല്ല. ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസമില്ല. ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല. അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. പരാതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ആളിപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. പാർട്ടി നേതൃത്വത്തിന് എതിരായി ഇതിപ്പോൾ ആദ്യമല്ല കുടുംബം രംഗത്തെത്തുന്നത്. ഇപ്പോൾ നേതൃത്വം വീണ്ടും വഞ്ചിച്ചു. അതിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ പത്മജ പറയുന്നത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സമീർ, കൂടുതൽ വിവരങ്ങൾ പറയും. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മരുമകളാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ പറയുന്നത് പാർട്ടിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, പാർട്ടി തങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി പണം നൽകാമെന്ന് പാർട്ടി പറയുകയും അതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ആ ധാരണാപത്രം T സിദ്ദിഖ് MLA പൂഴ്ത്തിവെച്ചെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ 2.5 കോടിയുടെ ബാധ്യതയാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പട്ടയമടക്കം ബാങ്കിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പാർട്ടി തങ്ങളെ വഞ്ചിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പത്മജ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം എന്നുള്ളത്. മാത്രമല്ല ഇവരുടെ ഭർത്താവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുക കൂടിയാണ്. അത് അദ്ദേഹം അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പത്മജ വ്യക്തമാക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.